ഇതാണ് മുജുക്കുന്ന് കോട്ടയും മനോഹരമായ ക്ഷേത്രക്കുളം. ഇവിടെ നഗരത്തിരക്കുകളില്ല, നഗര ശബ്ദങ്ങളില്ല, തികച്ചും ശാന്തമായൊരിടം. മനുഷ്യർ തൊട്ട് അശുദ്ധമാക്കാത്ത ഈ കന്യാവനത്തിലെ കാവും മുജുക്കുന്ന് കോട്ടയും ഈ കുളവും കാഴ്ചകൾക്കപ്പുറം ഈശ്വരൻ നമുക്ക് തന്ന ഒരു വരദാനം കൂടിയാണ്. എത്ര പഴക്കം കാണും ഈ കുളത്തിന്. സിമെന്റ് തീരെ ഉപയോഗിക്കാതെ കല്ലുകൾ അടുക്കി വെച്ചുണ്ടാക്കിയ പടവുകളും പടവുകൾക്ക് മേലെ ത്രികോണാകൃതിയിലുള്ള പടികളും. എന്ത് ഭംഗിയായിട്ടാണ് ഇത് നിർമ്മിച്ചത്. ഈ അമ്പലത്തിൻ്റെ പ്രധാന ആകർഷണം എന്താ അറിയോ? അമ്പലത്തിൽ നിന്നും പുറത്തിറങ്ങി ഇടതുവശത്തൂടെ നേരെ നടന്നാൽ നമ്മളീ കാണുന്ന അതിമനോഹരമായ കുളം തന്നെയാണ്. ഇത്രയും മനോഹരമായ കുളവും കാടും കാവും ക്ഷേത്രവും കണ്ടപ്പോൾ ഈ പ്രദേശത്തിൻ്റെ, ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രവും ആചാരങ്ങളും ഐതിഹ്യങ്ങളും അറിയാൻ എനിക്ക് തോന്നി. അതിനെ ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ ഊരാളനും സ്റ്റോർ കീപ്പറുമായ മധു എന്ന വ്യക്തിയെ കാണാനിടയായി. അദ്ദേഹത്തോട് ഇവിടുത്തെ ആചാരങ്ങളെക്കുറിച്ചും ഐതിഹ്യങ്ങളെക്കുറിച്ചും ഞാൻ കൂടുതൽ ചോദിച്ചറിഞ്ഞു. ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ദ്വാപരയുഗാവസാന കാലത്ത് ഋഷീശ്വരനായ ഒരു രാജർഷി, അദ്ദേഹത്തിൻ്റെ രാജ്യവും സമ്പത്തും അതുപോലെ ജനങ്ങളെയൊക്കെ ശത്രുവിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം ഈ കൊടുംവനത്തിൻ്റെ ഉള്ളിൽ തപസ് ചെയ്തിരുന്നു. ഈ പ്രദേശം അന്നൊരു കൊടുംവനായിരുന്നു. ആ വനത്തിൻ്റെ ആ കാലഘട്ടത്തിൽ എവിടെ ഈ പ്രദേശം തന്നെ നോക്കിയാൽ മതി. അവിടെ 1-2 കുന്നുകൾ, വലിയ മല, പുറമല, അതേപോലെ മൂവിലൊരു കുന്ന്, അതിൻ്റെ ഇടയിലൂടെ അകലാപ്പുഴ, ഇതൊക്കെ ഒഴുകുന്ന ഒരു വനാന്തര പ്രദേശമാണ്. അതിൻ്റെ ആ ഉള്ളിൽ ഇവിടെ ഒരുപാട് ഹിംസ ജന്തുക്കളും അതുപോലെ തന്നെ കിളികളും നമുക്ക് നമ്മളെ ഒരു ഐതിഹ്യത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ പക്ഷേ അവർക്ക് സമചിത്തതയോടുകൂടി ശാന്തമായി വസിച്ചിരുന്ന ഒരു കാടിൻ്റെ ഉൾപ്രദേശമായിരുന്നു അത്രയത്. അതിപ്പോൾ നമുക്ക് നോക്കിയാൽ മതി, തൊട്ടടുത്ത പ്രദേശമൊക്കെ പുറക്കാട്, അങ്ങനെ കാടുമായിട്ട് ബന്ധപ്പെട്ട പേരുകളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള രാജർഷി തപസ് ചെയ്ത അദ്ദേഹത്തിൽ സംവേദനായി ശിവൻ കൈലാസ തുല്യമായി പ്രത്യക്ഷപ്പെടുന്നു. ശിവൻ, പാർവതി, സുബ്രഹ്മണ്യൻ, ഗണപതി, അതേപോലെ കുലദേവനായ ആദിത്യൻ, അങ്ങനെ 5 പേരും പ്രത്യക്ഷപ്പെട്ട് രാജർഷിക്ക് വരം കൊടുത്ത് അദ്ദേഹത്തിന് ആരാധിക്കാൻ വേണ്ടി 5 ശിലകളായി ഈ കാട്ടിനുള്ളിൽ സ്വയംഭൂ ശിലകളായി രൂപം കൊണ്ടതാണ് ഈ ഇപ്പം കാണുന്ന ഈ പ്രതിഷ്ഠയൊന്നും ഇവിടെയില്ല. ഈ കല്ലുകളാണ്, ഈ സ്വയംഭൂ ശിലകളാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ക്ഷേത്രം, അതേപോലെ തന്നെ കുളം, കന്മതിൽ, ഇതൊക്കെ ഏകദേശം 200 വർഷം പഴക്കമുണ്ട്. അതായത് അത് 95-ൽ അന്തരിച്ചു എന്ന് പറയുന്ന മന്ത്രത്തിൽ ചാത്തുക്കുട്ടി നായർ എന്ന് പറയുന്ന ആളാണ്. ഓർന്നാവത് അന്നത്തെ സ്ഥാനപ്പേര്, സാമൂതിരി നൽകിയ സ്ഥാനപ്പേരാണ്. അപ്പോൾ അവരാണ് ഇത് നിർമ്മിച്ചത്. ഇപ്പോൾ ശിവൻ, ഈ നേരത്തെ പറഞ്ഞ പോലെ ശിവൻ, പാർവതി, ഗണപതി, സുബ്രഹ്മണ്യൻ, ആദിത്യൻ 5 ശിലകളായിട്ട് സ്വയംഭൂവായിട്ടാണ്. അപ്പോൾ അത് കൊട്ടിയൂർ സമ്പ്രദായം പോലെ തന്നെ അത് ചുറ്റമ്പലമൊക്കെ കാണുന്നുണ്ടെങ്കിലും ഇതിന് മേൽക്കുരയില്ല. ആ ശ്രീകോവിലിന് മേൽക്കുരയില്ല. അത് മഞ്ഞും മഴയും വെയിലൊക്കെ കൊണ്ട് പ്രകൃതിയായിട്ട് അടങ്ങി നിൽക്കുന്ന ഒരു ദേവനാണ്. അതേപോലെ തന്നെ പുറത്ത് നാഗത്തിൻ്റെ ഉപദേവനായിട്ട് നാഗം പ്രതിഷ്ഠയുണ്ട്. അപ്പോൾ അതൊക്കെ ഈ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട ക്ഷേത്രം തന്നെ. ഇവിടുത്തെ വികസനം എന്നൊക്കെ പറയുന്നത് അത് തനതായ അത് അവിടെ നിലനിർത്തുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഉത്സവത്തിന് പോലും ഇതിൻ്റെ ഉള്ളിൽ വൈദ്യുതി വിളക്കൊന്നും ഉപയോഗിക്കില്ല. ഓല പന്തലിടും. അതേപോലെ തന്നെ കുത്തുവിളക്ക്, കൽവിളക്ക്, പന്തം, അങ്ങനെയുള്ള ട്രഡീഷണലായ സംഗതികൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അങ്ങനെ തന്നെ ഉപയോഗിക്കും. ഉത്സവം കുംഭം 25 തുടങ്ങി മീനം 1-ന് സമാപിക്കും. ഇവിടെ നിത്യപൂജ രാവിലെ മാത്രമേ ഉള്ളൂ. 6 മണി തുടങ്ങി 11 മണി വരെയാണ് ഇവിടെ. വൈകിട്ടോടെ പൂജയില്ല. വൈകിട്ട് ദേവന്മാർ വന്ന് പൂജ ചെയ്യുന്ന സമയത്ത് അതിനുള്ള പൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തിട്ട് നമ്പൂരി പോകും. ഉത്സവ സമയത്ത് മാത്രമേ ഇവിടെ വൈകുന്നേരം ഉള്ളൂ. ദീപാരാധനയാണ്. ആ 5 ദിവസങ്ങളിൽ ഇവിടെ ദീപാരാധന ഉണ്ട്. 26, 27, 28, 21 4 ദിവസം ദീപാരാധന. ദീപാരാധന കഴിഞ്ഞ് അടയ്ക്കും. അല്ലാണ്ട് അത്താഴ പൂജയൊന്നുമില്ല. പിന്നെ അവിടെയാണ് കോവിലകത്താണ് ഇത് ഒരു പ്രതിഷ്ഠയൊക്കെ. തൊട്ടപ്പുറത്ത് ക്ഷേത്രമുണ്ട്, കോവിലകം ക്ഷേത്രം. അവിടെയാണ് ഇതിന്റെ പ്രതിഷ്ഠ, ഭഗവാന്റെ പ്രതിഷ്ഠയാണ്. അവിടെ 2 കിലോമീറ്റർ. ഭഗവാന വഴിപാട് പരിപാല പായസം, അത് മറ്റെവിടെയും കാണാത്തൊരു വഴിപാടാണ്. കാരണം അത് കൊട്ടിയൂർ സമുദായത്തിലൊക്കെ ഉള്ള എന്നൊക്കെ പറയുന്ന ഈ സമുദായത്തിലാണ് ഇവിടുത്തെ പൂജകളും കാര്യങ്ങളൊക്കെ. ഈ പരിപാല പായസം എന്ന് പറഞ്ഞാൽ 6-4 നിവേദ്യമാണ്. അതായത് നാഴിയരിയുടെ പായസം, ബാക്കി നിവേദ്യം. ഈ നിവേദ്യങ്ങളൊക്കെ തന്നെ മണ്ഡപത്തിൽ 14 ഇല വെച്ച് വിളമ്പും. ആ വിളമ്പിയിട്ടാണ് നെല്ലി കഴിക്കുക. അതിന് അവകാശികളുണ്ട്. അപ്പോൾ 1 ഇല, 1.5 ഇല, 2 ഇല, 1 ഇല എന്നൊക്കെ പറയുന്ന അവർക്കൊക്കെ അവകാശമുണ്ട്. അതിന് വരും, അത് വാങ്ങിക്കൊണ്ടു. അതാണ് പ്രധാന വഴിപാട്. പിന്നെ വലിയ വഴിപാട് ചതുശ്വതം എന്ന് പറയും. ചതുശ്വതം തന്ത്രി വന്ന്
കഴിക്കുന്ന ഒരു വഴിപാടാണ്. അത് മുൻകൂട്ടി നിശ്ചയിക്കണം. അത് വേണമെങ്കിൽ മാത്രമേ നടത്തും. മണ്ഡലകാലത്ത് ഒക്കെ നടത്താൻ പറ്റും. അത് പുറത്താണ് അതിൻ്റെ ചരക്കിൽ തന്നെ ഒന്നിച്ച് നിവേദിക്കുന്നതാണ്. അത് വളരെ കുറച്ച് വിലയും ഉണ്ട്. 101 നാഴികേരി, 101 തേങ്ങ, 101 കലം ശർക്കര, 101 കദളിപ്പഴം, ഈ 4 ഉപയോഗിച്ചുള്ള പായസം, പിന്നെ നിവേദ്യം, അന്നൊരു 10-50 ആൾക്കുള്ള ഭക്ഷണം ഒക്കെ ഉണ്ടാവും. അങ്ങനെയാണ് അത്. എൻ്റെ പേര് മധു. ഇവിടെ മിജുൻ സ്വദേശി തന്നെയാണ്. ക്ഷേത്രത്തിൻ്റെ ഒരാളിലും ഇവിടെ സ്റ്റോർ കീപ്പറായിട്ട് ജോലി ചെയ്യുന്നു. റെഡ് ഡേറ്റയിൽപ്പെട്ട മരങ്ങളും 2000-ൽ പര സസ്യജനസുകളും അപൂർവ ഇനത്തിൽപ്പെട്ട പൂമ്പാറ്റകളും പക്ഷികളും പാമ്പുകളും എല്ലാം ഈ 9.4 ഏക്കർ വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നു. സർഗം എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ പ്രിയ നടന്മാരായ തിലകനും നെടുമുടി വേണുവും മനോജ് കജയനും വിനീതുമെല്ലാം തകർത്താടി അഭിനയിച്ച അതിമനോഹരമായ ആ സിനിമയിൽ ഈ കുളക്കടയിൽ വെച്ചാണ് നെടുമുടി വേണു നമ്മുടെ വിനീതിനെ സംഗീതം പഠിപ്പിക്കുന്നത്. ഇതേ കുളക്കടയിൽ വെച്ചാണ് കുട്ടൻ തമ്പുരാൻ നമ്മുടെ മനോജ് കജയൻ അപസ്മാരം വന്ന് വീഴുന്നത്. അങ്ങനെ എത്രയോ ക്ഷേത്രങ്ങളുണ്ട് നമുക്ക് ചുറ്റും അകലെയുമായിട്ട്. അവിടങ്ങളിലെല്ലാം ഉണ്ടാവില്ലേ അത്രത്തോളം പഴക്കമുള്ള ചരിത്രങ്ങളും കഥകളും പറയാൻ. എല്ലാം നമുക്കും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുന്നേയുള്ള കാര്യങ്ങൾ. ശരിക്കും പറഞ്ഞാൽ ചരിത്രത്തിൻ്റെ ജീവിച്ചിരിക്കുന്ന തെളിവുകൾ കൂടിയല്ലേ ഇവിടങ്ങളെല്ലാം. ഓരോ ക്ഷേത്രത്തിൻ്റെയും ചരിത്രവും ഐതിഹ്യങ്ങളും നാം അറിയുമ്പോൾ അത് ആ നാടിൻ്റെയും ആ മണ്ണിൻ്റെയും കൂടിയാണ്.